ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തില്ല എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. വൈകുന്നേരം ചായക്കടി എന്തുണ്ടാക്കുന്നുള്ള ആലോചനയിലാണ് നിങ്ങൾ. എന്നാ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മുട്ടപ്പോളൻ്റെ റെസിപ്പി വന്നിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വൈകുന്നേരം ചായൻ്റെ കൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ കുട്ടികളെ സ്നാക്സിലേക്ക് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്നവർക്ക് കൊടുത്തു വിടാനോ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഈ ഒരു മുട്ടക്കുംസ് മുട്ടപ്പോള എന്നെല്ലാം പറയുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമെല്ലാം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ആദ്യം തന്നെ മുട്ടപ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയൊന്ന് അരിച്ച് റെഡിയാക്കി വെക്കല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണിൽ കുറച്ച് താഴെയായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കയ്യിൽ അരിച്ച മൈദ ഉള്ളതെങ്കിൽ അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് മൂന്നും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കലാണ് കേട്ടോ. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലായിട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 3 മുട്ടക്കുള്ള ആ ഒരു മുട്ടപ്പോളയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട ഒരിക്കലും എടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള മുട്ടയില്ലേ, തണുപ്പില്ലാത്ത മുട്ട വേണം ഉപയോഗിക്കാനും വേണ്ടിയിട്ട്. ഇനി മുട്ടയിലേക്ക് 1/4 കപ്പിലും കുറച്ച് കുറവായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിലെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാരയും മൈദയെല്ലാം എടുത്ത കപ്പില്ലേ, അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ചായ കുടിക്കുന്നൊക്കെ ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസ്സിൽ 1/4 കപ്പ് മൈദ, 1/4 കപ്പിൽ കുറച്ച് കുറവായിട്ടുള്ള പഞ്ചസാര, അത് കറക്റ്റായിട്ട് എടുത്താൽ മതി. ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ അതേ രീതിയിൽ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിലില്ലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫ്ലോപ്പ് ആവാത്ത രീതിയിലുള്ള നല്ലൊരു അടിപൊളി മുട്ടപ്പോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ നേരത്തെ എന്നോട് പറയാൻ വിട്ടുപോയതാ, നമ്മൾ മുട്ടയും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കാതിരുന്നിട്ടുള്ള. അപ്പോൾ നമ്മൾ എഗ്ഗ് നല്ലോണം ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സില്ലേ, അത് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഹൈ സ്പീഡിലിട്ടിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പാടില്ല. അത് ലോ സ്പീഡിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് നമ്മളെ മുട്ടപ്പോളൻ്റെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വരെ നല്ലോണം ഒന്ന് ചൂടായി വരണം കേട്ടോ അത്. പിന്നെ നമ്മളെ മുട്ടപ്പോളൻ്റെ ബാറ്ററില്ലേ, അത് ഒഴിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രം വന്നിട്ട് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്ക് ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ കേക്ക് ടിന്നല്ല സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗീയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് നല്ലോണം ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ ബബിൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തട്ടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു തട്ടിറക്കി വെച്ച് കൊടുത്തിട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഹോളുള്ള മൂടിയാണെന്നുണ്ടെങ്കിലേ അതൊരു പേപ്പറോ ടിഷ്യോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിൻ്റെ വെയിറ്റ് എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം അടച്ച് വെച്ച് 25 മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതേപോലെ തന്നെ പാത്രത്തിൽ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിവശം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ മുട്ടപ്പോളയുടെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉള്ളൊക്കെ കറക്റ്റായിട്ട് വെന്തിനോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കൊള്ളിയോ എന്തെങ്കിലും ഒന്ന് വെച്ച് കുത്തി നോക്കുക. അത് ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ ഉള്ളൊക്കെ നല്ല വെന്തിനെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലുള്ള മുട്ടപ്പോളയുടെ റെഡി ആയിട്ടുണ്ട്.
ഇതുവരെ ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ഉണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായമെല്ലാം പറയാം കേട്ടോ. വൈകുന്നേരം ചായ കൂട്ടാനെല്ലാം നല്ല അടിപൊളിയാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കുറച്ച് കാലം മുമ്പ് വരെ മാഹി തലശ്ശേരി ഭാഗങ്ങളിലില്ലേ ചായ സൽക്കാരങ്ങളിൽ താരായിരുന്നു കേട്ടോ ഈ ഒരു മുട്ടപ്പോള മുട്ടക്കുംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മളെ മുട്ടപ്പോളൻ്റെ ബേക്കെല്ലാം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ. ചായ സൽക്കാരങ്ങളിലെല്ലാം വെക്കാൻ പറ്റിയ നല്ലൊരു കിഡ് ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇല്ലേ നിങ്ങൾ കഴിഞ്ഞ കുറേ വീഡിയോസിന് എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോക്കും ഇനി മുന്നോട്ടുള്ള വീഡിയോസിനും ഒക്കെ നിങ്ങളെ സപ്പോർട്ടും സ്നേഹവും എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും സ്മൈലിയെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ബൈ.